രാഹുൽ ഗാന്ധി അടുത്തിടയ്ക്ക് കുറ്റിക്കാനം എന്ന സ്ഥലത്തുള്ള മറിയം കോളേജ് സന്ദർശനം നടത്തി. അവിടെ കുട്ടികൾ കളരിപ്പയറ്റ് ചെയ്യുന്നത് കണ്ട് ഇദ്ദേഹവും ഇറങ്ങി അവരോടൊപ്പം കളരിപ്പയറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. ഇത് ഒരു മാനസിക രോഗത്തിൻ്റെ ലക്ഷണമാണ്. ചുരുക്കി പറഞ്ഞാൽ രാഹുൽ ഗാന്ധി ഒരു മാനസിക രോഗിയാണ്. ഈ രോഗത്തിൻ്റെ ലക്ഷണം മറ്റുള്ളവർ കാണിക്കുന്ന ശാരീരിക പ്രകടനങ്ങളെ അതുപോലെ അനുകരിച്ച് കാണിക്കുക, കൂടാതെ മറ്റുള്ളവരുടെ മുഖത്ത് പ്രകടമാകുന്ന ഭാവ വ്യത്യാസങ്ങളെ അതേപോലെ കാണിക്കുക. ഇതൊക്കെയാണ് ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ. ഇത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആദ്യമായി സംഭവിക്കുന്നതല്ല. കൊല്ലത്ത് വന്നപ്പോൾ ആളുകൾ കടലിൽ കുളിക്കുന്ന കണ്ടുകൊണ്ട് ഇദ്ദേഹവും ചാടി ഇറങ്ങി കടലിലോട്ട് ഇറങ്ങി നീന്തുന്ന ചിത്രം നമ്മൾ കണ്ടതാണ്. അതേപോലെ യു പിയിലെ ഒരു തെരഞ്ഞെടുപ്പിൽ പോയപ്പോൾ കുട്ടികൾ കുളത്തിൽ കുളിക്കുന്ന കണ്ടുകൊണ്ട് ഇദ്ദേഹം എടുത്ത് കുളത്തിൽ ചാടി. ഇപ്പോഴിതാ കുറ്റിക്കാനത്ത് നമ്മൾ കണ്ടത് കളരിപ്പയറ്റ് നടത്തുന്ന കുട്ടികളെ കണ്ടുകൊണ്ട് ഇദ്ദേഹം കളരിപ്പയറ്റിലേക്ക് ചാടി ഇറങ്ങി. ഈ മാനസിക രോഗത്തിൻ്റെ പേര് എക്കോപ്രാക്സിയ എന്നുള്ളതാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു ന്യൂറോ ഡെവലപ്മെൻ്റൽ ഡിസോർഡറാണ്. ഇതൊരു രോഗമാണ്. ഇത് സാധാരണ കുട്ടികളിലാണ് കണ്ടുവരുന്നത്. പക്ഷേ നമുക്കറിയാം രാഹുൽ ഗാന്ധി കുട്ടിത്തം മാറാത്ത ഒരാളാണ് എന്ന്. ഈ അടുത്തിടയ്ക്കൊരു മഹാസമ്മേളനത്തിൽ അടുത്തിരുന്ന സഹോദരിയുടെ കവിളിൽ നുള്ളുന്നു. ഇതൊക്കെ കുട്ടികൾ കാണിക്കുന്ന പ്രവൃത്തികളാണല്ലോ. അപ്പോൾ കുട്ടിത്തം മാറാത്ത ഉള്ള ആൾക്കാരുടെ അല്ലെങ്കിൽ കുട്ടികൾക്ക് വരുന്ന ഒരു മാനസിക രോഗമാണ് ഇത്. ഈ രോഗത്തിൻ്റെ അടിമയാണ് രാഹുൽ ഗാന്ധി എന്നുള്ളതാണ് ഒരു ദുഃഖസത്യം. അദ്ദേഹമാണ് നമ്മുടെ ഈ ഭാരതത്തിലെ പ്രതിപക്ഷ നേതാവ് എന്നുള്ളത് കൂടി ചിന്തിക്കുമ്പോൾ നമുക്ക് അങ്ങേയറ്റം ദുഃഖവും പ്രയാസവും തോന്നും. കാരണം നല്ലൊരു ഭരണം വേണമെങ്കിൽ നല്ലൊരു പ്രതിപക്ഷം വേണം എന്നുള്ളതാണല്ലോ. വളരെ ബാലിശമായ ചെയ്തികളുമായി നടക്കുന്ന ഈ രാജ്യം എന്തെന്നറിയാത്ത, ഇരാളിൻ്റെ സംസ്കാരം എന്തെന്നറിയാത്ത ഒരു മാനസിക വളർച്ചയില്ലാത്ത ഒരാളാണ് നമ്മുടെ ഇപ്പോഴത്തെ കോൺഗ്രസിൻ്റെ സമുന്നത നേതാവ്, ഇന്ത്യയുടെ പ്രതിപക്ഷം. ഇത് നമുക്ക് അപമാനകരം കൂടി ആണ്.